ഇഞ്ചി കറി ഉണ്ടാക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 2-3 കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ കൊത്തി അരിഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ കൊത്തി അരിഞ്ഞ് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ അതേപോലെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയുടെ കൂടെ ആവശ്യമുണ്ട്. അതും കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം. ഇഞ്ചി ഇതേപോലെ നല്ലവണ്ണം കൊത്തി അരിഞ്ഞ് എടുക്കാം. എന്നിട്ട് നമുക്ക് വരട്ടിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിതിനെ വരട്ടി കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്കിനി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഇളക്കാം. ഒന്ന് വറണ്ട് വരട്ടെ. അത് മൂത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു അല്പം ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ജീരകവും എല്ലാം കൂടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. വറുത്തെടുത്ത ഇഞ്ചിയും ഉള്ളിയും കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി കറിക്ക് ആവശ്യമായ മസാലകൾ ഇടാം. 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നമുക്ക് ഈ മസാലകളുടെ കൂട്ടത്തിൽ നമുക്ക് അല്പം ഇതിൻ്റെ പഴുപ്പും പുളിയുമായിട്ട് ഒഴിച്ചു കൊടുക്കും. ഒരുമിച്ച് ഇത് അടിച്ചെടുത്താൽ നല്ല കറിക്ക് നല്ല ഒരു ഗ്രേവി കൊഴുത്തതായി കിട്ടും. നമുക്ക് അടിച്ചെടുക്കാം. ഇഞ്ചി വരട്ടിയ എണ്ണയിൽ കൂടെ അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും ഇത് വറ്റൽമുളക് ഇടാം. അത് 2 കറിവേപ്പില, അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പ് കൂട്ടുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കും. ചേർത്തൊന്ന് ഇളക്കാം. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം, ജാറ് കഴുകിയ വെള്ളം അതുകൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയും പുളിയുടെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ സാധാരണ ഇഞ്ചി കറിയേക്കാൾ ഇത് നല്ല ടേസ്റ്റാണ്. ഉള്ളിയും കൂടെ ചേർന്നിട്ടുള്ളതുകൊണ്ട് ഇഞ്ചി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സദ്യക്കുള്ള ഫസ്റ്റ് വിഭവമായ ഇഞ്ചി കറി തയ്യാർ. ഇനി ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.